ഹലോ മക്കളെ വളരെ ഗൗരവമേറിയുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്ലസ് ടുവിലെ മക്കളുടെ എക്സാം, നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ എക്സാമുകളൊക്കെ വളരെ ടൈറ്റായിരുന്നു. അവർ വളരെയധികം പ്രയാസപ്പെട്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വളരെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഇതുവരെ കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. ഫുൾ മാർക്കൊക്കെ പ്രതീക്ഷിച്ച് പോയവർക്ക് വളരെ സങ്കടത്തോടെ ഇറങ്ങി വരേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വാല്യുവേഷൻ നടന്നു. അപ്പോഴും നമുക്ക് കിട്ടുന്ന സങ്കടകരമായിട്ടുള്ള വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ലിബറലൊന്നും അല്ല വാല്യുവേഷൻ, എക്സ്ട്രാ മാർക്കുകളൊന്നും കൊടുക്കുന്നില്ല. കെമിസ്ട്രിയിലെ വാല്യുവേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് എന്താ പറയുക, ഇപ്പോൾ സാറേ ഞങ്ങൾക്ക് ഇത് അറിയേണ്ട ആവശ്യമുണ്ട് മക്കളെ. കാരണം പ്ലസ് 1 കഴിഞ്ഞ് പ്ലസ് ടുവിലേക്ക് അഡ്മിഷന് പോകുന്നവരാണ് നിങ്ങൾ, അല്ലെങ്കിൽ പ്ലസ് ടുവിലേക്ക് പോകുന്നവരാണ് നിങ്ങൾ. നമുക്ക് ആ എക്സാമുകൾ ഇനി മുതൽ അങ്ങനെയായിരിക്കും എന്ന് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ മോഡൽ എക്സാം, ക്രിസ്മസ് എക്സാം സിമ്പിളായി, ഓണം എക്സാം സിമ്പിളായി, മോഡൽ എക്സാം സിമ്പിളായി. പക്ഷെ എന്നാലും ബോർഡ് എക്സാം ടൈറ്റാണെന്ന് നമ്മൾ ഉറപ്പിക്കണം. അവർക്കതുപോലെ തന്നെയായിരുന്നു. ബാക്കിയുള്ള ഒരു എക്സാമിൽ പോലും അതിൻ്റെ ഒരു സൂചന പോലും എൻ്റെ മക്കൾക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ ബോർഡ് എക്സാം എന്ത് ചെയ്തു, വളരെ ടൈറ്റായിട്ട് മാറി. ഓക്കെ മക്കളെ, അപ്പോൾ ഇനി നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. എക്സാമിനോട് അടുപ്പിച്ച് മക്കളെ ഒരിക്കലും ആ ഒരു ടെൻഡൻസി നിങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കണം. എക്സാമിനോടൊരു 3-4 ദിവസം മുന്നേ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് പഠിച്ചു വരുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു വരുന്നത്, അല്ലെങ്കിൽ യൂട്യൂബിലെ മാരത്തോണൊക്കെ കണ്ടിട്ട് അത് മാത്രം വെച്ച് പഠിക്കുന്ന രീതി മക്കളെ, അത് ഒഴിവാക്കണം നിങ്ങൾ. മാരത്തോണുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നല്ലതാണ്. എന്തിനു വേണ്ടിയിട്ട്? റിവിഷന് വേണ്ടി മാത്രം. അത് ഏത് ചാനലായിക്കോട്ടെ, എക്സാമിനറല്ല ഏത് ചാനലായിക്കോട്ടെ, ഏത് ചാനലായാലും മാരത്തോണൊക്കെ റിവിഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യാം. അതിലത്തെ ക്വസ്റ്റ്യൻസൊക്കെ ആവാം, ഉറപ്പാണ്. ക്വസ്റ്റ്യൻസ് വേറെ ചില ക്വസ്റ്റ്യൻസൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ബ്രെയിനൊരു കപ്പാസിറ്റി ഇല്ലടാ. നമ്മളിപ്പോൾ ഒരു കുറച്ച് സമയം നന്നായിട്ട് വർക്ക് ചെയ്ത് നല്ലോണം പഠിച്ചൊക്കെ നമ്മളെ തലയിൽ കിട്ടിക്കോളുന്നില്ല. നമ്മൾ പതുക്കെ പഠിച്ചു വന്നാലേ നമ്മൾ ബ്രെയിൻ അത് ക്യാപ്ചർ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അതെല്ലാവരും ബ്രെയിനും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ബ്രെയിൻ്റെ മാത്രം പ്രശ്നമൊന്നുമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ. തലേന്ന് ഒറ്റ ദിവസം കൊണ്ട് ഫുള്ള് ചാപ്റ്റർ നമുക്ക് എത്താൻ പറ്റില്ല. എങ്ങനെ പഠിച്ചാണെങ്കിൽ അത് യൂസ്ഫുള്ളാണ്. ആ ചാപ്റ്ററൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീക്യാപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷേ ആദ്യമായിട്ട് അന്നിരുന്നാണ് ആദ്യം നോക്കുന്നെങ്കിൽ എത്ര എഫക്റ്റീവ് ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മുടെ തലയിലേക്ക് അത് കയറില്ല മക്കളെ. ചിലതൊക്കെ കയറും, അതിനുള്ള മാർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ അടുത്ത കൊല്ലം സ്റ്റാർട്ടിങ് മുതൽ തന്നെ കുറച്ച് സമയം, ഒരു 2-3 മണിക്കൂർ പോരെ, ഒരു ദിവസം 2-3 മണിക്കൂർ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കും കേട്ടോ. ഇത് എക്സാം കൊണ്ട് ജീവിതം മാറും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചില എക്സാമുകൾ കൊണ്ടൊക്കെ നമ്മുടെ ജീവിതം തകരാൻ സാധ്യതയുണ്ട്. പ്ലസ് ടുവിലൊക്കെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് വെക്കാൻ പറ്റില്ല. നിങ്ങൾ പറയുന്ന ബിസിനസ്സിലേക്ക് പോവാം, അല്ലെങ്കിൽ വേറെ വല്ല ആക്ടിങ് പാഷനിലേക്ക് പോവാം. അതൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള സംഭവമാണ് മക്കളെ. നിങ്ങളോട് കുറച്ച് ഫ്രീ ആയിട്ട് സംസാരിക്കുകയാണ് കേട്ടോ, അല്ലാതെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് എൻ്റെ ഒരു നേച്ചറിൽ സംസാരിക്കുകയാണ്. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള മേഖലയാണ്. പക്ഷെ പഠിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ആവറേജ് പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ജോലിയിലേക്ക് എത്താൻ പറ്റും. അതാണ് പഠനത്തിനൊരു ബെനിഫിറ്റ്. അതൊക്കെ വേണ്ടാന്ന് പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ ഒരു സൈഡിലൂടെ നടക്കണം. പക്ഷേ അതിൻ്റെ ഒപ്പം പഠനം കൂടിയും കൊണ്ടുപോവുകയാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യരുത്, ആ ഒരു രീതിയിലേക്ക് തലേന്നുള്ള ആ സാധനങ്ങൾ തലേന്ന് മാത്രം പഠിച്ച് സെറ്റാവുന്ന രീതിയിലേക്ക് എത്തരുത്. തുടക്കം മുതൽ ഇനിയിപ്പോൾ ഈ മാസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോ. നമ്മൾ എക്സാമിനേറ്റ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട്. അത് വെച്ച് നിങ്ങൾ പതുക്കെ തുടങ്ങിക്കോ. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലിലൊക്കെ പോയി കഴിഞ്ഞാൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ അപ്ലോഡാണ്. പ്ലസ് ടുവിൻ്റെ ഒക്കെ വീഡിയോസ് അപ്ലോഡാണ്. നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിലെന്ത് ചെയ്തോ കണ്ടു തുടങ്ങിക്കോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നുള്ളൂ. പതുക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി, ഒരു ധൃതിയില്ല. പിന്നെ പ്ലസ് ടുവിൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതൊക്കെ ആയിട്ട് ചിലവരൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും അല്ലേ, വാല്യുവേഷനും ടൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. മക്കളെ, വാല്യുവേഷൻ ടൈറ്റ് ആണെങ്കിൽ അത് എല്ലാവർക്കും ടൈറ്റാണ്. ഓക്കെ, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ അഡ്മിഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അതിനനുസരിച്ച് അതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ കുറയും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ മാർക്ക് കുറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും മാർക്ക് കുറവാണ്. അപ്പോൾ അതാലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. അതിനനുസരിച്ച് കട്ട് ഓഫ്, ഡിഗ്രി ആയാലും ബാക്കിയുള്ള അഡ്മിഷൻസിനൊക്കെ കട്ട് ഓഫ് അതിനനുസരിച്ച് കുറയും. ഓക്കെ, ഫുൾ മാർക്കൊക്കെ വാങ്ങുന്നവർക്ക് മാത്രം ചിലപ്പോൾ അതുകൊണ്ട് മാത്രം നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടാവും. പേടിക്കണ്ട, നിങ്ങളുടെ മുന്നിൽ ഇനിയും ഇഷ്ടം പോലെ അവസരങ്ങൾ തുറന്നു കിടക്കുന്നുണ്ട്. ഈ ഒരു തോൽവി നമ്മളുടെ ഒരു പാഠമായി എടുത്തുകൊണ്ട് അടിപൊളിയായിട്ട് അടുത്തതിന് റാങ്ക് തന്നെ അടിക്കുക, 1ാം റാങ്ക് അടിക്കുക. എന്നിട്ട് നമ്മൾ പറയണം, അന്ന് നമുക്ക് ഇത്ര മാർക്കൊന്നുമില്ല, നമ്മൾ എന്തെങ്കിലും നല്ല മാർക്ക് വാങ്ങി എന്ന് പറയണം. ഓക്കെ ആണല്ലോ മക്കളെ?
അപ്പോൾ വിട്ട് കളയരുത്. +1 കുട്ടികളോട് ഞാൻ പറഞ്ഞത് എന്താണ്, ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങാം. +2 പറഞ്ഞത് ഇനി ഈ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഭാവി പോയി എന്നൊന്നും വിചാരിക്കരുത്. ഇനിയും ഇഷ്ടം പോലെ അവസരങ്ങൾ, നിങ്ങൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു വരും. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അടിപൊളിയാക്കുക ലൈഫ്. ഓക്കെ, സൈനിങ് ഓഫ്, സൈക്ഷൻ, ബൈ.